നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിലിത ടി.ജി. മോഹൻദാസിന് ജാമ്യം. പ്രമുഖ RSS ചിന്തകനും സംഘപരിവാർ സഹയാത്രികനുമാണ് ടി.ജി. മോഹൻദാസ്. തിരുവനന്തപുരം വഞ്ചൂർ കോടതിയാണ് മോഹൻദാസിന് ജാമ്യം അനുവദിച്ചത്. ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്തിന്റെ ഇടപെടലാണ് ഇപ്പോൾ മോഹൻദാസിന്റെ ജാമ്യത്തിലെത്തിയത്. ടി.ജി. മോഹൻദാസിനെ ജയിലിലടച്ച് കയ്യടി വാങ്ങാൻ ഒരുങ്ങി നിന്ന പോലീസിന് തിരിച്ചടി. ഇന്നലത്തെ ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റിനെ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. തികച്ചും മനുഷ്യാവകാശ ലംഘനമാണ് നടന്നത്. റിമാൻഡ് ചെയ്യാനും കസ്റ്റഡിയിൽ വാങ്ങാനും ഗുരുതര കുറ്റകൃത്യങ്ങളൊന്നും ടി.ജി. മോഹൻദാസ് ചെയ്തിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. അന്വേഷണവുമായി ടി.ജി. മോഹൻദാസ് സഹകരിക്കുമെന്ന ശാസ്തമംഗലം അജിത്തിന്റെ വാദം കോടതി അംഗീകരിച്ചു. ഇന്നലെ വൈകിട്ട് കൊച്ചിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ടി.ജി. മോഹൻദാസിനെ അർദ്ധരാത്രി കഴിഞ്ഞാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. തുടർന്ന് ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കി. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് നേരിട്ട് ഈ കേസ് വാദിച്ചത് പോലീസിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. ഈ വീഡിയോയിലെ പരാമർശങ്ങൾ രാഷ്ട്രീയ വിമർശനവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതുമാണ് എന്ന് ശാസ്തമംഗലം അജിത് കോടതിയിൽ വാദിച്ചു. അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ പ്രതികാരബുദ്ധി മാത്രമാണ്. സംഘപരിവാർ സഹയാത്രികനായ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുക വഴി ചില രാഷ്ട്രീയ ലാഭങ്ങൾക്ക് ഭരണകക്ഷി ശ്രമിച്ചു. പ്രതിഭാഗത്തിന്റെ വാദങ്ങൾക്ക് മുന്നിൽ പ്രോസിക്യൂഷന് വ്യക്തമായ ഉത്തരമില്ല. ഉപാധികളോടെയാണ് ജാമ്യം. അന്വേഷണത്തിൽ പോലീസുമായി സഹകരിക്കണം. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത്. 3 ദിവസം പോലീസിനോട് ചോദ്യം ചെയ്യലിന് സഹകരിക്കണം. മോഹൻദാസിനെ റിമാൻഡ് ചെയ്യുന്നതും കാത്ത് കോടതി വളപ്പിൽ SFI ഇടതുപക്ഷ സംഘടനകൾ തടിച്ചുകൂടിയിരുന്നു. വലിയ പ്രതിഷേധമാണ് അവർ അവിടെ സംഘടിപ്പിച്ചത്. എന്നാൽ എല്ലാവരെയും നിരാശരാക്കിക്കൊണ്ട് ടി.ജി. മോഹൻദാസ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. കോടതി ജാമ്യം അനുവദിച്ച വാർത്ത കോടതിക്ക് പുറത്ത് തടിച്ചുകൂടിയവർക്ക് ഇടുത്തിയായി മാറി. കേസിൽ പോലീസിന്റെ ധൃതി പിടിച്ചുള്ള അറസ്റ്റ് നടപടിയും വീഴ്ചകളുമൊക്കെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. 11 ദിവസമായി അന്വേഷണം നടക്കുന്നു. എന്നിട്ടും മുൻകൂർ നോട്ടീസ് പോലും നൽകാതെ ഇന്നലെ വൈകിട്ട് അവധി ദിവസമായിരുന്നിട്ടും മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത നടപടി നീതീകരിക്കാൻ കഴിയില്ല. ഉപാധികളോടെയാണ് എങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തി മണിക്കൂറുകൾക്കകം തന്നെ മോഹൻദാസിന് ജാമ്യം ലഭിച്ചത് പോലീസിനും ഭരണകൂടത്തിനും തിരിച്ചടിയായി മാറുന്നു. ടി.ജി. മോഹൻദാസ് വീഡിയോയിൽ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ RSS നേരത്തെ മോഹൻദാസിനെ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിലും BJP പ്രവർത്തകർ നെഞ്ചുറപ്പോടെ മോഹൻദാസിനൊപ്പം കട്ടയ്ക്ക് നിന്നു. ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷന്റെ വാദം പൊളിച്ചെടുക്കുകയാണ് ഇപ്പോൾ മോഹൻദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ കസ്റ്റഡിയിലായ സംഘപരിവാർ സഹയാത്രികൻ മോഹൻദാസിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്യൽ, വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, സമൂഹത്തിൽ ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ പെരുമാറൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയത്. കസ്റ്റഡി അപേക്ഷ പോലും സമർപ്പിക്കാതെ പ്രതിയെ എങ്ങനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമെന്ന് മോഹൻദാസിന് വേണ്ടി ഹാജരായ ശാസ്തമംഗലം അജിത് ചോദിച്ചു. ജൂലൈ 27-നാണ് പരാതി ലഭിച്ചത്. ഓഗസ്റ്റ് 9-ന് മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ പോലീസ് നോട്ടീസ് പോലും നൽകിയിട്ടില്ല. പോലീസ് അറിയിച്ചിരുന്നുവെങ്കിൽ യൂട്യൂബിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്യുമായിരുന്നു. പരാതി തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അറസ്റ്റിന് മുൻപ് പ്രതിക്ക് എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല എന്ന ശാസ്തമംഗലം അജിത്തിന്റെ ചോദ്യം കോടതി അംഗീകരിച്ചു. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പ്രോസിക്യൂഷൻ വാദം പക്ഷെ കോടതി അംഗീകരിച്ചില്ല. തിരുവനന്തപുരത്ത് നിന്നുള്ള സൈബർ പോലീസ് സംഘം മട്ടാഞ്ചേരി ചെറളായിലെ വീട്ടിൽ നിന്നാണ് ഇന്നലെ മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത്. ഇൻസ്പെക്ടർ നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തികച്ചും സാങ്കല്പികമായ ഒരു പ്രസ്താവനയാണ് തന്റെ വീഡിയോയിൽ ടി.ജി. മോഹൻദാസ് നടത്തിയത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ താനായിരുന്നു എങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്ന തലത്തിൽ ഒരു പ്രസ്താവന. ജന്തർ മന്ദിർ പരിസരത്ത് 4 സ്ക്വയർ കിലോമീറ്റർ താൻ കർഫ്യൂ പ്രഖ്യാപിക്കും. ആളുകളോട് പിരിച്ചുപോകാൻ 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേർ മരിക്കും, കുറേ പേർ മരിക്കില്ല. കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ആ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലാക്കും. ഇതായിരുന്നു ടി.ജിയുടെ പ്രസ്താവന. അവിടെ ബലാത്സംഗം കൂട്ടബലാത്സംഗമായി നടക്കും. ദൈവം സഹായിച്ചതിന് പരാതി ഉണ്ടാവില്ല. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് അവിടെയുള്ളത്. ജന്തർ മന്ദിറിൽ തടിച്ചുകൂടിയിരുന്ന വിദ്യാർത്ഥികൾ ചില പ്ലക്കാർഡുകൾ ഉയർത്തിയിരുന്നു.
അതിൽ എഴുതിയ മുദ്രാവാക്യങ്ങളുടെ ബലത്തിലാണ് TG മോഹൻദാസ് ഇത്തരം ചില പ്രസ്താവനകൾ നടത്തിയത്. 71കാരനായ ഒരു വൃദ്ധൻ, ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടേറെയുണ്ട് TG മോഹൻദാസിന്. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ കയ്യടികൾക്കു വേണ്ടി പോലീസ് ഒരുക്കിയ കെണി ഇന്നലെ വൈകിട്ട് മോഹൻദാസിൻ്റെ അറസ്റ്റിൽ കലാശിച്ചു. TGയെ അറസ്റ്റ് ചെയ്ത നടപടി നിശ്ചിതമായി കേരളത്തിൽ വിമർശിക്കപ്പെട്ടു. സൈബർ ഇടങ്ങളിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു. BJP നേതൃത്വം അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തി. കേരളത്തിൽ ഇരട്ട നീതിയാണ് നടക്കുന്നത് എന്നതായിരുന്നു BJPയുടെ പ്രതികരണം. പ്രധാനമന്ത്രി മോദിയെ വരെ വധിക്കണമെന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ആഹ്വാനം ചെയ്യുന്നു. അവർക്കെതിരെ കേസെടുക്കാതെ എന്തുകൊണ്ട് TG മോഹൻദാസിനെ വേട്ടയാടുന്നു എന്ന BJPയുടെ ചോദ്യത്തിന് മുന്നിൽ സർക്കാരിന് പോലും ഉത്തരം മുട്ടി. ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനുള്ള സർക്കാരിൻ്റെയും പോലീസിൻ്റെയും തിടുക്കമാണ് ഈ കനത്ത തിരിച്ചടിക്ക് കാരണം. TGയുടെ അറസ്റ്റ് വിമർശനങ്ങൾ മാത്രമല്ല, പരിഹാസത്തിനും കാരണമായി. TGയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അധിക്ഷേപ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അവിടെ ഇടതുപക്ഷ സംഘടനയിലെ പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. TG മോഹൻദാസിൻ്റെ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ താൽപ്പര്യമാണ് എന്ന് കോടതിക്ക് ഉറപ്പിക്കാൻ ഇതിൽ കൂടുതൽ എന്തു തെളിവ്? ജന്തർ മന്ദിറിൽ കലാപസമാന സ്ഥിതി സൃഷ്ടിച്ചവരെ TG മോഹൻദാസ് വിമർശിച്ച രീതിയെ നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാം. എങ്കിലും TG മോഹൻദാസ് എന്ന സൈദ്ധാന്തികനെ, ബൗദ്ധിക തലത്തിൽ ഏറെ ഉയർന്നു നിൽക്കുന്ന ഒരു എഴുത്തുകാരനെ, വാർത്താ അവതാരകനെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തത് ശരിയാണോ എന്ന് പോലീസ് ആത്മപരിശോധന നടത്തണം. അർജുൻ ആയങ്കിയുടെ അറസ്റ്റിന് പിന്നാലെ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു ബാലൻസിംഗ് ആയാണോ സർക്കാർ കണ്ടത്? ഇത്തരമൊരു അറസ്റ്റ് സർക്കാരിനേറ്റ തിരിച്ചടിയായി മാറുന്നു. TG മോഹൻദാസിൻ്റെ പ്രസംഗവും പ്രസ്താവനയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. വിഡ്ഢിത്തം നിറഞ്ഞ ആ വാക്കുകൾ പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാം. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതി ഒരിക്കലും അംഗീകരിക്കാനാവില്ല. തികച്ചും വിമർശനാത്മകമായ നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ചില സമ്മർദ്ദങ്ങൾക്ക് പോലീസ് വഴങ്ങി എന്ന് വിശ്വസിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.